ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്ലൂ ബോക്സ് അനിമിയുടെ 7ാമത്തെ എപ്പിസോഡാണ്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ടൈക്ക് പ്രാക്ടീസിനും പോകാൻ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടൈക്ക് തിരിഞ്ഞ് കലണ്ടർ നോക്കുമ്പോ ടൈക്കിന്റെയും ചിനാൻസുന്റെയും ക്വാളിഫയേഴ്സ് മാച്ച് അടുത്തുനിന്ന് കാണുവാണ്. അങ്ങനെ ടൈക്കും ഹാരിയും കൂടെ പ്രാക്ടീസ് മാച്ച് കളിച്ചോണ്ടിരിക്കുവായിരിക്കും. അതില് ഹാരി വിൻ ചെയ്യാണ്. അപ്പൊ ടൈക്ക് ഒരു മാച്ചും കൂടി എന്ന് പറയുവാണ്. ഇല്ല, എനിക്ക് ആവശ്യമില്ല. നീ എന്റെ കൂടെ തോക്കാൻ വേണ്ടിട്ടല്ലേ കളിക്കുന്നേ. നീ എന്റെ കൂടെ തോറ്റോണ്ടിരുന്നു കഴിഞ്ഞാ നീ എന്തായാലും ക്വാളിഫയേഴ്സ് മാച്ചിലും തോക്കും. അങ്ങനെ ഹാരിയോ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേനും അവിടെ നിൽക്കുന്ന 2 പ്ലേയേഴ്സ് കഴിഞ്ഞ നാഷണൽസില് ഹാരിയോ കളിച്ച് തോറ്റ കാര്യം പറഞ്ഞോണ്ടിരിക്കുവാണ്. അപ്പൊ ഹാരിയോട് ദേഷ്യം വന്നിട്ട് ആരടാ അത് ചോദിക്കുമ്പോ അവരവിടെ നിന്ന് നൈസായിട്ട് പോവാണ്. എന്നിട്ട് ഹാരിയോ ടൈക്കിന്റെ അടുത്ത് നമ്മള് ഡബിൾസിൽ ഒരേ പാർട്ട്ണർ ആയിരിക്കും, പക്ഷെ സിംഗിൾസില് നമ്മളായിരിക്കും ഓപ്പണന്റ്, നീ അത് ഓർത്തോന്ന് പറയുവാണ്. അങ്ങനെ ഹാരിയും ടൈക്കിയും കൂടെ വെളിയിൽ വരുമ്പോഴത്തേനും ബാസ്കറ്റ് ബോൾ ഗേൾസ് ടീം വെളിയിൽ ഇരിപ്പുണ്ടായിരിക്കും. അപ്പൊ അവരെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. പ്രാക്ടീസ് ചെയ്ത് മടുത്തിരിക്കുവാണോ? ഞങ്ങളുടെ ടൂർണമെന്റ് അടുത്ത് വരുന്നുണ്ട്. അല്ല, നിങ്ങളുടെ ക്വാളിഫയേഴ്സ് എന്നാ സ്റ്റാർട്ട് ആവണേന്ന് ഹാരി ചോദിക്കുവാണ്. അപ്പൊ ടൈക്ക് മനസ്സിൽ അടുത്ത ശനിയാഴ്ചയാണ് നിങ്ങളുടെ മാച്ച് എപ്പോഴാ? പെട്ടെന്ന് ചിനാറ്റ്സു നിങ്ങളുടെ 18th അല്ലേ? അല്ല, അത് നിനക്ക് എങ്ങനെ അറിയാന്ന് ടീമിലുള്ള പെൺകുട്ടി ചോദിക്കുവാണ്. ഞാൻ സ്കൂളിലെ ന്യൂസ് ലെറ്ററിൽ കണ്ടതാണ്. അങ്ങനെ അവര് സംസാരിച്ചിരിക്കുമ്പോഴത്തേനും ടൈക്ക് ഇങ്ങനെ മനസ്സിൽ കരുതാണ്, എനിക്ക് വളരെ അതിശയം തോന്നുന്നു, അവള് എന്റെ ടൂർണമെന്റ് മനസ്സിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രാക്ടീസും സ്കൂളൊക്കെ കഴിഞ്ഞ് ടൈക്ക് വീട്ടിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. ഇനി 10 ദിവസമേ ഉള്ളൂ ക്വാളിഫയേഴ്സിന്. ആരി പറഞ്ഞതുപോലെ ഞാൻ ഇന്നും പ്രാക്ടീസ് ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരും ഓപ്പണന്റ് ആണ് എന്തൊക്കെ വിചാരിച്ച് ടെൻഷനായിട്ട് ടൈക്ക് ഇങ്ങനെ നടന്നു വരുവാണ്. പെട്ടെന്ന് ടൈക്ക് ചിനാറ്റ്സുനെ കാണുവാണ്. ചിനാറ്റ്സു കുറച്ച് നിറയെ തിങ്സ് കയ്യിൽ വെച്ച് നടന്നു വരുവാണ്. ഞാൻ അവളെ ഹെൽപ്പ് ചെയ്താലോ എന്ന് ടൈക്ക് ആ സിനാരിയോസ് മനസ്സിൽ കരുതുവാണ്. അവളെങ്ങാനും നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് ആരെങ്കിലും കണ്ടാലോ എന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ? പെട്ടെന്ന് അവിടെ 2 ചെറുക്കന്മാര് നടന്നു വരുവാണ്. ആ പെണ്ണിനെ കാണാൻ എന്ത് ക്യൂട്ടാലേ. ആ സമയം പെട്ടെന്ന് ടൈക്ക് പോയി ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്യട്ടെ? അപ്പൊ ചിനാറ്റ്സു അത് കുഴപ്പമൊന്നുമില്ല, ഇതെന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നീ പ്രാക്ടീസ് കഴിഞ്ഞ് മടുത്തു വരുവല്ലേ. അതുമല്ലാണ്ട് നീ ഒരു ദിവസം എന്നോട് പറഞ്ഞില്ലേ ഒരു പെൺകുട്ടിയായിട്ട് ഒരുമിച്ച് ഒരു വീട്ടിൽ കയറി പോകുന്നത് നിനക്ക് അൺകംഫർട്ടബിൾ ആണെന്ന്. അപ്പൊ ടൈക്ക് ഒരു മിനിറ്റ്, നമുക്ക് 2ാമത്തെ വഴി ആലോചിക്കാന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ച് നീങ്ങി നിന്നിട്ട് നീ ചിനാറ്റ്സു അല്ലേ ബാസ്കറ്റ് ബോൾ ടീമിലുള്ളത്? നിന്റെ വീട് ഇവിടെ അടുത്താണോ? നിനക്ക് എന്തായാലും എന്റെ സഹായം വേണമെന്നാ തോന്നുന്നേന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ ബാഗ് വാങ്ങിക്കുകയാണ്. ഞാൻ ഇത് എടുത്തോളാം. അങ്ങനെ അവൻ സ്പെഷ്യൽ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് എടുക്കുവാണ്. അപ്പൊ ചിനാറ്റ്സു ചിരിച്ചിട്ട് നീ എന്താ ഈ ചെയ്യുന്നേ? എന്നിട്ട് ചിനാറ്റ്സു ആ ടെക്നിക്കിന് ഓക്കെ പറയുവാണ്. അവള് നിന്റെ വീട് ഇവിടെ അടുത്താണോ? അങ്ങനെ രണ്ടുപേരും അടുത്തടുത്ത് വീട്ടിൽ താമസിക്കുന്ന പോലെ സംസാരിച്ചുകൊണ്ട് വരുവാണ്. എന്നിട്ട് ചിനാറ്റ്സു ഞാനൊരു പുതിയ വീട്ടില് മാർച്ച് തൊട്ട് നിൽക്കുന്ന കാര്യം ആലോചിക്കുമ്പോ എന്നെ കൊണ്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പൊ ടൈക്ക് നിനക്ക് ആ വീട്ടിൽ നിന്നിട്ട് എങ്ങനെയുണ്ട്? എനിക്ക് ആ വീട് വളരെ ഇഷ്ടപ്പെട്ടു. അവിടെ ഉള്ളവരൊക്കെ വളരെ സ്വീറ്റ് ആയിട്ടും കൈൻഡ് ആയിട്ടുള്ളവരുമാണ്. അപ്പൊ ടൈക്ക് ഇങ്ങനെ ആലോചിക്കുവാണ്, എന്ത് സ്വീറ്റും കൈൻഡുവോ? എന്നിട്ട് അവരോട് അമ്മ ദേഷ്യപ്പെടുന്നതും മുത്തശ്ശൻ മസാജ് ചെയ്യാൻ പറയുന്നൊക്കെ ഓർക്കുവാണ്. എന്നിട്ട് ചിനാറ്റ്സു ഞാൻ ആ വീട്ടിലുള്ളവരുടെ അടുത്തൊക്കെ ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കും. എന്റെ ഡ്രീം ഞാൻ ആൾമോസ്റ്റ് വിടാനുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷെ ആ വീട്ടിലോട്ട് പോയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പെട്ടെന്ന് ടൈക്ക് റോക്ക് പേപ്പർ സീസർ എന്ന് പറയുവാണ് ചിനാറ്റ്സുന്റെ അടുത്ത്. അങ്ങനെ ടൈക്ക് വിൻ ചെയ്യുവാണ്. നീ ടയേർഡ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ കൂടെ നിനക്കൊരു സ്ഥലം വരെ വരാൻ പറ്റുമോ? അത് ഈ മുക്കിലാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകുന്നത് ഒരു അമ്പലത്തിലോട്ടാണ്. ആ അമ്പലം വിക്ടറിക്ക് വേണ്ടി പ്രേ ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും. എന്നിട്ട് ടൈക്ക് വാ നമുക്ക് നമ്മുടെ വിക്ടറിക്ക് വേണ്ടി പ്രേ ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു അമ്പലമുള്ള കാര്യം എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. അപ്പൊ ടൈക്ക് സമ്മറിൽ വണ്ടുകളെ പിടിക്കാൻ പറ്റിയ സ്ഥലമാണിത്. പെട്ടെന്ന് ചിനാറ്റ്സുന് പേടിയാവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. ടൈക്ക് മനസ്സിൽ ചിനാറ്റ്സു അവള് വേറൊരു വീട്ടിൽ താമസിക്കുന്നത് തന്നെ അവളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവൾ എന്തായാലും നാഷണൽസിൽ പോണം. പ്ലീസ് ഞാൻ 2 പേർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ 2 പേരും നാഷണൽസിൽ പോണം. അങ്ങനെ നിന്ന് അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അടുത്ത ദിവസം ടൈക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ജിമ്മിൽ വരുവാണ്. അപ്പൊ അവിടെ ചിനാറ്റ്സുനെയും ടീമിനെയും കാണില്ല, കാരണം അവർക്ക് ഇന്ന് ക്വാളിഫയേഴ്സ് നടന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ബാസ്കറ്റ് ബോൾ ടീമിന് ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുവാണ്. ചിനാറ്റ്സു നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചിനാറ്റ്സു അവിടെ ഗോൾ അടിക്കുവാണ്. അങ്ങനെ ചിനാറ്റ്സുന്റെ ബാസ്കറ്റ് ബോൾ ടീം ജയിക്കുവാണ്. അങ്ങനെ ചിനാറ്റ്സുന്റെ ടീമിലുള്ള ഒരു കൊച്ചു വന്നിട്ട് സൂപ്പർ ചിനാറ്റ്സു എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷിച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ ടീമിലുള്ള ബാക്കിയുള്ളവര് ക്വാളിഫയേഴ്സ് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ അവർ അപ്പുറത്തേക്ക് നോക്കുമ്പോഴത്തേനും കാഗഹോറ അക്കാഡമിയിലെ ബാസ്കറ്റ് ബോൾ ടീമും വിൻ ചെയ്യുവാണ്. അവരുടെ കൂടെ ആയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം നാഷണൽസിന് ഇവര് തോറ്റു പോയിട്ടുണ്ടാവുക. കാഗഹോറ ടീം
ടീമും ഫൈനൽസിൽ വിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ചിനാറ്റ്സു അവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ടീമിലുള്ളവര് ഇതെന്തായാലും നമുക്ക് റിവഞ്ച് മാച്ച് തന്നെ ആയിരിക്കും. എന്നിട്ട് ചിനാറ്റ്സു ഇങ്ങനെ അവരെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ചിനാറ്റ്സുന്റെ ഫ്രണ്ട് ചിനാറ്റ്സു വാന്ന് വിളിക്കുവാണ്. എനിക്ക് എന്തായാലും ജയിച്ചേ പറ്റുള്ളൂ എന്ന് ചിനാറ്റ്സു പറയുവാണ്. അത് നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. ആ സമയം കാഗഹോറ ടീമിലുള്ള ഒരാള് ചിനാറ്റ്സുന്റെ മാച്ച് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുവാണ്. അങ്ങനെ അവര് തിരിച്ച് സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിരിക്കുമായിരിക്കും. നമുക്ക് ബാത്റൂം പോയിട്ട് വന്നാലോ എന്ന് ചിനാറ്റ്സുന്റെ ഫ്രണ്ട് ചോദിക്കുവാണ്. അങ്ങനെ അവര് ബാത്റൂമിന്റെ സൈഡിലോട്ട് വരുമ്പത്തേനും അവിടെ കാഗഹോറ ബാസ്കറ്റ്ബോൾ ടീം മെമ്പേഴ്സ് എല്ലാരും കൂടി നിന്നിട്ട് ചിനാറ്റ്സുന്റെ മാച്ച് ഷൂട്ട് ചെയ്തത് കണ്ടോണ്ടിരിക്കുവാണ്. അപ്പൊ ചിനാറ്റ്സു ഇങ്ങനെ ഗോൾ ഇട്ടതൊക്കെ അവര് കണ്ടോണ്ടിരിക്കുവാണ്. ഇതായിരിക്കും ചിലപ്പോ ചിനാറ്റ്സു. അപ്പൊ അതിലെ ടീം മെമ്പർ അവളെ കുറിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ അവളുടെ പ്രാക്ടീസ് മാച്ച് ഒക്കെ കണ്ടതാണ്, അവളെന്തായാലും നമുക്കൊരു പ്രോബ്ലം ആവില്ല. അത് കേൾക്കുമ്പോഴത്തേനും ചിനാറ്റ്സുന്റെ ഫ്രണ്ടിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ്. അവരുടെ കൂടെ വഴക്ക് പിടിക്കാൻ പോകുമ്പോഴത്തേനും ചിനാറ്റ്സു അവളെ പിടിക്കുവാണ്. വാ നമുക്ക് ഇവിടുന്ന് പോവാം. ഇത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, കാഗഹോറ ഓപ്പണൻ ടീമിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നതൊക്കെ. അതിൽ അവര് തീരുമാനിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ബോധേഡാവേണ്ട കാര്യമില്ല. വാ നമുക്ക് ഇവിടുന്ന് പോവാം. അങ്ങനെ അടുത്ത സീനിൽ ടൈക്കിയും ഹാരിയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പതിവ് പോലെ ഹാരിയു ജയിക്കുവാണ്. എന്നിട്ട് ഹാരിയു ടൈക്കിന്റെ അടുത്ത് നിന്നെ കൊണ്ട് എന്നെ തോൽപ്പിക്കാനാവില്ല, ഞാൻ ഈ മന്ത് 13 പ്രാവശ്യം ജയിച്ചു, എനിക്ക് വാമപ്പ് തന്നതിന് ഒരുപാട് താങ്ക്സ് എന്ന് പറയുവാണ്. അപ്പൊ ടൈക്കി മനസ്സില് ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഹാരിയുവിനെ തോപ്പിക്കണം. എന്നിട്ട് ടൈക്കി പോയി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ എന്തായാലും ഇനിയും ഫോക്കസ് ചെയ്യണം, അവൻ എന്തൊരു ധൈര്യ എന്റെ കൂടെ മാച്ച് ചെയ്യുന്ന അവന് വാമപ്പാണെന്ന് പറയാൻ. അങ്ങനെ അവിടേക്ക് ബാസ്കറ്റ്ബോൾ ടീം തിരിച്ചു വരുവാണ്. അപ്പൊ ടൈക്കി ചിനാറ്റ്സുവിന്റെ ഫേസ് കാണുമ്പോ അത്ര നല്ലതായിട്ടല്ല തോന്നുന്നേ. അപ്പൊ ടൈക്കി അവര് ജയിച്ചില്ലേ? അവര് ജയിച്ചു എന്നാണ് ആ പെങ്കൊച്ചനോട് പറഞ്ഞത്. അങ്ങനെ ടൈക്കി മുകളിലെ ഫ്ലോറിലേക്ക് വരുമ്പത്തേനും ബാസ്കറ്റ്ബോൾ ടീമിലുള്ള രണ്ടുപേര് ചിനാറ്റ്സുവിനെ കുറിച്ച് സംസാരിച്ച് നിൽക്കുമായിരിക്കും. പെട്ടെന്ന് ടൈക്കി അത് ശ്രദ്ധിക്കുവാണ്. അവർക്ക് എന്ത് ധൈര്യമാണ് ചിനാറ്റ്സുവിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറയാൻ, അതും ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട്. അവള് നമ്മുടെ ടീമിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് വേറൊരു വീട്ടിൽ താമസിച്ച് ബാസ്കറ്റ്ബോൾ കളിക്കുന്നത്, അവർക്ക് അതൊന്നും അറിയാൻ പോകുന്നില്ല. അങ്ങനെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ടൈക്കി ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്, ഓ അതുകൊണ്ടാണ് ചിനാറ്റ്സുന്റെ ഫേസ് അങ്ങനെ ഇരുന്നത്, അവളെ കുറിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ല, എനിക്കെപ്പോഴും അവള് പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും ബാക്കിൽ ചിനാറ്റ്സു ഉണ്ടാവും. ചിനാറ്റ്സുവിനെ കണ്ട് കാറുവാണ് ടൈക്കി. പെട്ടെന്ന് ചിനാറ്റ്സു മിണ്ടല്ലേ, ഞാൻ ഇവിടെ ഉള്ള കാര്യം അവരറിയണ്ട, നീ എന്താ ഇവിടെ ചെയ്യുന്നേ, നീ എന്താ ഇവിടെ വന്നിട്ട് പറയാത്തേ, നീയും സ്പൈ ജോലിയല്ലേ ചെയ്യുന്നേ, അതാ ഞാനും ചെയ്തോണ്ടിരിക്കുന്നേ. അപ്പൊ ടൈക്കിക്കൊന്നും പറയാണ്ടാവില്ല. എന്നിട്ട് ചിനാറ്റ്സു എനിക്ക് നല്ല ടീംമേറ്റ്സ് ആണ് എന്റെ കൂടെ ഉള്ളത്. അങ്ങനെ അവരവിടുന്ന് പോകുമ്പോഴത്തേനും ടൈക്കി പറയാണ്, നീ ആ കാര്യങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല, മറ്റുള്ള ടീംസ് എന്ത് നിന്നെ പറഞ്ഞാലും നിന്റെ ടീമിന് അറിയാം നീ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം, അതുകൊണ്ട് നീ ആ കാര്യമൊന്നും ആലോചിക്കരുത് എന്ന് പറയുമ്പോഴത്തേനും ചിനാറ്റ്സു ഇല്ല എനിക്കതൊരു പ്രശ്നമല്ല, ഞാൻ എന്തായാലും ഞാൻ എന്റെ ടീമിന് വേണ്ടി കളിച്ച് കാഗഹോറ ടീമിനെ ഞാൻ ബീറ്റ് ചെയ്യും, പിന്നെ അവർ ഒരിക്കലും എന്നെ പറ്റി ഇങ്ങനെ സംസാരിക്കില്ല. അപ്പൊ ചിനാറ്റ്സുന്റെ കോൺഫിഡൻസ് കണ്ടിട്ട് ടൈക്കി ഞെട്ടുവാണ്. എന്റെ പ്ലേ കണ്ടിട്ടല്ലേ അവര് പറഞ്ഞത്, അടുത്തത് എനിക്ക് എന്താ ചെയ്യാൻ കഴിയാന്ന് വെച്ചാ അവരെന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ തെറ്റാണെന്ന് തെളിയിക്കും. അതൊക്കെ കേൾക്കുമ്പോൾ ടൈക്കിക്ക് വളരെ ആകാംക്ഷ തോന്നുവാണ്. അവൾ എന്തൊരു കൂളായിട്ടാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നേ. ചിനാറ്റ്സും ഹീനയും വളരെ കൂളായിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് അവരുടേതായ സ്വന്തം വഴികളുണ്ട്. അങ്ങനെ ബാസ്കറ്റ്ബോൾ ടീമിന്റെ മീറ്റിംഗ് നടക്കുവാണ്. നാളെ അവർക്ക് സെമി ഫൈനൽസ് ആയിരിക്കും. പെട്ടെന്ന് അടുത്ത സീനിൽ ഒരു ഷോട്ട് അടിക്കുവാണ്. ഇത് നടക്കാനേ സാധ്യതയില്ല, ടൈക്കിയെ കൊണ്ട് ഹാരിയുനെ വിൻ ചെയ്യാൻ കഴിയുമോ? നോക്കുമ്പോ പ്രാക്ടീസ് മാച്ചില് ടൈക്കി ഹാരിയുനെ വിൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ സെക്കൻഡ് റൗണ്ട് അവിടെ പോയിക്കൊണ്ടിരിക്കുവാണ്. ടൈക്കി ഹാരിയു നന്നായിട്ട് തന്നെ കളിച്ചോണ്ടിരിക്കുവാണ്. അങ്ങനെ ടൈക്കി നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തോണ്ട് വരുവാണ്. അങ്ങനെ ലാസ്റ്റ് ഷൂട്ടില് ഹാരിയു വിൻ ചെയ്യുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും പിന്നെയും കളിച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ അവിടെ ഉള്ളവര് ടൈക്കി വളരെ നന്നായി തന്നെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, അവന്റെ സ്പീഡും ഷോട്ട്സും എല്ലാം ഇംപ്രൂവ് ആയി. അതിന് കാരണം അവൻ ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്തതിന്റെ ഫലമാണ്. ഈ വരുന്ന ടൂർണമെന്റില് എന്ത് നടക്കാനും ചാൻസ് ഉണ്ട്. പെട്ടെന്ന് അവിടേക്ക് കോച്ച് വരുവാണ്. സമയായി, എല്ലാരും അവരവരുടെ വീട്ടിൽ പോയിക്കോ. അപ്പൊ ഹാരി അവിടെ നിന്നിട്ട് ഇപ്പോഴാണ് കുറച്ച് ഗെയിം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നത്. എന്നിട്ട് കോച്ച്, നിങ്ങൾ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി മൊത്തം വേസ്റ്റ് ആവും, നിങ്ങൾ നിങ്ങളുടെ മാച്ച് ഫൈനൽസിൽ കാണിച്ചാൽ മതി, ഇനി നിങ്ങൾ ഇവിടെ നിന്ന് കളിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞ് കോച്ച് പോവാണ്. എന്നിട്ട് ഹാരിയു, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയൊരു ദിവസം നമുക്ക് റീമാച്ച് ചെയ്യാം. ശരിന്ന് ടൈക്ക് പറഞ്ഞിട്ട് അവരവിടുന്ന് പിരിഞ്ഞു പോവാണ്. എന്നിട്ട് ടൈക്ക് ഇങ്ങനെ മനസ്സിലേക്ക് കരുതുകയാണ്, ശരിക്കും ഞാൻ ഹാരിയുവിനെ ജയിച്ചോ? ഇങ്ങനെ കളിച്ചാ ചിലപ്പോ ഞാൻ സാച്ചിക്കാവ ടീമിനെ തോൽപ്പിക്കാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ എനിക്ക് നാഷണൽസിൽ കയറാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് വീട്ടിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. കൂടെ ടൈക്കിന്റെ ഫ്രണ്ടും ഉണ്ടാവും.
ഉണ്ടാവും. എന്നിട്ട് ടൈക്കിന്റെ ഫ്രണ്ട്, എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാണ്ട്, നീ നാഷണൽസിൽ പോയി കഴിഞ്ഞാ നിന്റെ ഇഷ്ടം നീ ചിനാറ്റ്സുവിനോട് പറയുവോ? പെട്ടെന്ന് ടൈക്കി ചിനാറ്റ്സുവിനോട് ഇഷ്ടം പറയുന്നതും അവൾ ഇവനോട് ഇഷ്ടം പറയുന്നതും പിന്നെ ഇവര് കല്യാണം കഴിക്കുന്നതൊക്കെ ആലോചിക്കുവാണ്. എന്നിട്ട് ടൈക്കിന്റെ ഫ്രണ്ട്, എനിക്ക് തോന്നുന്നത് നീ ഇപ്പൊ തന്നെ പറയാ റെഡിയാണെന്നാണല്ലോ. ശരിയാണ്, എനിക്ക് അവളോട് എന്റെ ഫീലിങ്സ് പറയണം. പക്ഷെ അഥവാ അവൾ എന്നെ റിജക്ട് ചെയ്ത് കഴിഞ്ഞാ പിന്നെ അവൾക്ക് എന്റെ വീട്ടിൽ എന്റെ ഒപ്പം നിൽക്കുന്നത് കംഫർട്ടബിൾ ആവില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് റിഗ്രറ്റ് ചെയ്യുന്നതിനെ കഴിഞ്ഞും അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ എന്റെ ഫീലിങ്സ് ഞാൻ അവളുടെ മേത്ത് പുഷ് ചെയ്യുന്നതും നല്ലതല്ല. അത് കേൾക്കുമ്പോഴത്തേനും അവന്റെ ഫ്രണ്ട് ഞെട്ടുവാണ്. നീ വളരെ മെച്ചോർഡായി. അങ്ങനെ അവര് നടന്നു പോകുമ്പോഴത്തേനും ടൈക്കി എന്ന് പറഞ്ഞിട്ട് ഒരു വിളി വരുവാണ്. തിരിഞ്ഞു നോക്കുമ്പോ അവന്റെ ഫ്രണ്ട്സ് അവിടെ നിന്ന് കൈവീശുവാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. ഹാരിയോ ഞങ്ങൾക്കൊക്കെ ട്രീറ്റ് തരാന്ന് പറഞ്ഞു, ടൂർണമെന്റ് അടുത്ത് വരുന്നത് കൊണ്ട്. ഒരാൾക്ക് 500 ആണ്. അപ്പൊ അടുത്തത് ചെറുക്ക, അത് നമുക്ക് രണ്ടുപേർക്കും അല്ലേ പറഞ്ഞത്. പെട്ടെന്ന് ഇവര് താങ്ക് യു എന്ന് പറഞ്ഞ് തല കുമ്പിടുവാണ്. അങ്ങനെ അവർ ആ കടേന്റെ ഉള്ളിൽ കയറി എന്ത് വാങ്ങിക്കണം എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേനും അവിടെ ബീച്ച് മാഗസീൻസ് വെച്ചിട്ടുണ്ടാവും. അത് നോക്കിക്കൊണ്ടിരിക്കുവാണ് ടൈക്കി. എനിക്ക് ചിനാറ്റ്സുവിന്റെ ഒപ്പം കടലിൽ പോകാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ അവന്റെ ഫ്രണ്ട് അവിടെ നിന്നിട്ട്, എന്തേ നിനക്ക് അവളെ ബിഗിനിയിൽ കാണണോ? അപ്പൊ ടൈക്കി പറയാണ്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, എനിക്ക് അവളുടെ കൂടെ ഒരുപാട് സ്ഥലത്ത് പോകാൻ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ എന്നെ കൊണ്ട് ഒന്നും ചോദിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ അവർ അവിടുന്ന് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് വെളിയിൽ വരുമ്പോഴത്തേനും ചിനാറ്റ്സുന്റെ ഫ്രണ്ടും ഹീനയും അവിടെ ഉണ്ടാവും. ചിനാറ്റ്സുനെ അവിടെ കണ്ടിട്ട് ടൈക്കി അന്തം വിട്ട് നിൽക്കുവാണ്. എന്നിട്ട് ഹീന ടൈക്കിന്റെ അടുത്ത് പോയിട്ട്, നീ എന്താ ടേസ്റ്റി ആയിട്ട് കഴിക്കുന്നേ, എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് അവൾ അതിന്ന് ഒരു പീസ് എടുത്ത് കഴിക്കുവാണ്. അപ്പൊ ടൈക്കി, അതെന്റെ ഫ്രൈഡ് ചിക്കൻ ആണ്. അപ്പൊ ടൈക്കിക്ക് ഇഷ്ടാവില്ല. ടൈക്കി അവിടെ കിടന്ന് കാറുവാണ്. നിന്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ എവിടെ പോയി? പക്ഷെ ഇതിൽ വളരെ റിച്ച് ആയിട്ട് പ്രോട്ടീൻ ഉണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് വഴക്ക് പിടിച്ചോണ്ടിരിക്കുവാണ്. എല്ലാവരും ഇവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് ഹീന, ഇവന് വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞ് നടന്നു പോവുകയാണ്. എന്നിട്ട്, ഞാൻ ലാസ്റ്റ് ദിവസം നിനക്ക് നല്ലത് ഓർമ്മ ഞാൻ വാങ്ങിത്തരാം. എന്നിട്ട് ചിനാറ്റ്സു ടൈക്കിനെ നോക്കുവാണ്. പക്ഷെ ആ കടേന്റെ ഉള്ളിൽ വെച്ച് ചിനാറ്റ്സുനെ പറ്റി സംസാരിച്ചത് കൊണ്ട് ടൈക്കിക്ക് ചിനാറ്റ്സുനെ നോക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് ടൈക്കി ചിനാറ്റ്സുന്റെ അടുത്ത് വന്നിട്ട്, നീ എന്തെങ്കിലും അവന്റെ അടുത്ത് വാങ്ങിത്തരാൻ ചോദിക്കണ്ടോ? ഇല്ല, അവന്റെ കാശ് ഓൾറെഡി തീർന്നു എന്നാ പറഞ്ഞത്. സോ ഞാൻ നിന്റെ അടുത്തുനിന്ന് ഒരെണ്ണം എടുത്തോട്ടെ. അപ്പൊ ടൈക്കി ഒരെണ്ണം എടുത്ത് ചിനാറ്റ്സുന് കൊടുക്കുവാണ്. അവളൊരു ഫുഡി ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ കരുതിയിട്ട് ചിനാറ്റ്സുനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. എനിക്ക് ഹിന ചെയ്യുന്നത് കണ്ടപ്പോ അസൂയ തോന്നി. അത് കേൾക്കുമ്പോ ടൈക്കി ഒന്ന് ഞെട്ടുവാണ്. നീ എനിക്ക് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി, എന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ചിനാറ്റ്സു പോവുകയാണ്. ടൈക്കി മനസ്സിൽ കരുതുവാണ്, ശരിക്കും അവള് പറഞ്ഞത് ഫ്രൈഡ് ചിക്കന് വേണ്ടി അസൂയ തോന്നിന്നല്ലേ, അല്ലെങ്കിൽ ഒരു പക്ഷേ എന്നിങ്ങനെ വിചാരിച്ചു നിൽക്കുവാണ് ടൈക്കി അവിടെ. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.